ഗൈസ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാരാമെഡിക്കൽ കോഴ്സ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡിഗ്രി ചൂസ് ചെയ്യണോ ഡിപ്ലോമ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ചാനലിൽ ജോയിൻ ചെയ്യുക. മാത്രമല്ല പാരാമെഡിക്കൽ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് റെഫർ ചെയ്യുക. +2 കഴിഞ്ഞ് പാരാമെഡിക്കൽ കോഴ്സ് ചൂസ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിപ്ലോമ വേണോ ഡിഗ്രി വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും. പെട്ടെന്ന് ജോലി കിട്ടാനും അതുപോലെ ഒരുപാട് ജോലി സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഡിപ്ലോമ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായവരോ അല്ലെങ്കിൽ +2 കഴിഞ്ഞവരോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പാരാമെഡിക്കൽ കോഴ്സിൽ ഡിപ്ലോമ ചെയ്യാനായിട്ട് സാധിക്കും. അതിനിപ്പോൾ നിങ്ങൾ സയൻസ് സ്ട്രീമിൽ നിന്ന് തന്നെ വരണമെന്നില്ല. ഏത് ഫീൽഡിൽ നിന്നായിരുന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സിൽ ഡിപ്ലോമ ചെയ്യാനായിട്ട് സാധിക്കും. 1 മുതൽ 3 വർഷം വരെയാണ് ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. നിങ്ങൾ ഏത് കോഴ്സാണോ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചായിരിക്കും ഡ്യൂറേഷൻ പോകുന്നത്. ഇനി നിങ്ങൾ ഡിഗ്രി ചൂസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. +2 സയൻസ് ഫീൽഡിൽ നിന്ന് വരുന്നവരായിരിക്കണം നിങ്ങൾ. മാത്രമല്ല ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ സബ്ജക്റ്റുകളിൽ 50% കുറയാത്ത മാർക്കും നിങ്ങൾക്കുണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 3 മുതൽ 4 വർഷം വരെയാണ്. അതായത് 3 വർഷത്തെ കോഴ്സും ഇന്റേൺഷിപ്പ് നിങ്ങൾ എടുക്കുന്ന കോഴ്സിനനുസരിച്ച് വേരി ചെയ്യുന്നതാണ്. ഇനി നിങ്ങളുടെ കരിയർ സ്കോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ ചൂസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽസ്, ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ്, പ്രൈവറ്റ് ക്ലിനിക്സ് തുടങ്ങിയവയിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നിങ്ങൾ ഡിഗ്രിയാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് കൂടുതലായിരിക്കും. മാത്രമല്ല സാലറിയും വേരി ചെയ്യും. നിങ്ങൾക്ക് ഹയർ ലെവലിൽ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, റിസർച്ച് സെന്റേഴ്സിൽ ജോബ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ചൂസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കോഴ്സിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ലാണ്. അതാണ് പ്രാക്ടിക്കൽ സ്കില്ല്. ഇപ്പം നിങ്ങൾ ഡിഗ്രി എടുത്താലും ഡിപ്ലോമ എടുത്താലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് സ്കില്ല് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഡിപ്ലോമയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡിഗ്രിക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് സ്കിൽ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. അത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ ഡിഗ്രിയാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോവാം, അല്ലെങ്കിൽ വേറെ ജോബ് ചെയ്യാനായിട്ട് പോവാം. വേറെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷേ ഡിപ്ലോമ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫെർദർ സർട്ടിഫിക്കേഷൻസ് ആവശ്യപ്പെടും. നിങ്ങൾ ഡിഗ്രി ചൂസ് ചെയ്താലും ഡിപ്ലോമ ചൂസ് ചെയ്താലും രണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഡിഗ്രിക്ക് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഡിപ്ലോമ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തിയറിക്ക് പുറമെ ഒരു ഹാൻഡ്സ് ഓൺ ലേണിംഗ് എക്സ്പീരിയൻസ് കൂടി നിങ്ങൾ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം അത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ ഡിഗ്രി വേണോ ഡിപ്ലോമ വേണോ, എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസസ് എന്നൊക്കെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ തീരുമാനം എടുക്കുക. അപ്പോൾ ഇതായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് റെഫർ ചെയ്യുക. ഇതിൻ്റെ എല്ലാം അപ്ഡേറ്റ്സ് നമ്മുടെ വാട്സപ്പ് ചാനലിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് താഴെയുണ്ട്. മറക്കാതെ ചാനലിൽ ജോയിൻ ചെയ്യുക. അഡ്മിഷൻ റിലേറ്റഡ് ക്വയറീസോ ഇനി എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.